ജോലി സമയം കഴിഞ്ഞ് ഇനി ബോസിന്റെ വിളി വന്ന എടുക്കണ്ടേ? കേരളത്തിൽ റൈറ്റ് ടു ഡിസ്കണക്ട് നടപ്പിലായോ? എന്താണ് സത്യം? ജോലി സമയം കഴിഞ്ഞാൽ പിന്നെ ജോലി സംബന്ധമായ മെസ്സേജുകളോ മെയിലുകളോ കോളുകളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് റൈറ്റ് ടു ഡിസ്കണക്ട്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന മിക്ക ജീവനക്കാരും റൈറ്റ് ടു ഡിസ്കണക്ട് നടപ്പിലാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കേരളം ഇത് നടപ്പിലാക്കിയോ? ഇല്ല. കാഞ്ഞിരപ്പള്ളി MLA-യും ചീഫ് വിപ്പുമായ ഡോക്ടർ N. ജയരാജ് ഇത്തരമൊരു ബിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. MLA-മാർക്ക് അനൌദ്യോഗിക ബില്ലുകൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ ബില്ലുകൾക്ക് നോട്ടീസ് നൽകാം. എന്നാൽ ഇത് സഭയിൽ അവതരിപ്പിച്ചിട്ടില്ല, സഭ പരിഗണിച്ചിട്ടില്ല. എന്നാൽ ഈ ബിൽ നടപ്പിലായാലോ? ജോലി സമയം കഴിഞ്ഞ് ജോലി സംബന്ധമായ ഫോൺ കോളുകളൊന്നും എടുക്കണ്ട. ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ നടപടിയെടുക്കാൻ സംവിധാനവും വരും. ഓവർ ടൈം വർക്കിന് പകരമായി ജീവനക്കാർക്ക് ലീവോ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ കമ്പനി നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. വർക്ക് ലൈഫ് ബാലൻസും ഉറപ്പുവരുത്തണം. റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ ചെയർമാനായി എല്ലാ ജില്ലകളിലും പ്രൈവറ്റ് സെക്ടർ എംപ്ലോയ്മെന്റ് ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി രൂപീകരിക്കണമെന്നും ബില്ലിൽ പറയുന്നുണ്ട്. 2019 സുപ്രിയ സുലെ MP-യും റൈറ്റ് ടു ഡിസ്കണക്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രൈവറ്റ് ബിൽ ലോക്സഭയിൽ കൊണ്ടുവന്നിരുന്നു. ഫ്രാൻസ്, സ്പെയിൻ, ഓസ്ട്രേലിയ തുടങ്ങി പല വിദേശ രാജ്യങ്ങളും ഇത് നടപ്പിലാക്കി കഴിഞ്ഞു. ജീവനക്കാർക്ക് ജോലി മാത്രം നോക്കിയാൽ മതിയോ? ജീവിതവും നോക്കണ്ടേ? ശരിക്കും റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് നടപ്പിലാക്കേണ്ടതല്ലേ? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കമന്റ് ചെയ്യൂ.